ഇനി ഒരു വിവാഹത്തെ പറ്റി ചിന്തിക്കുന്നുണ്ട്? അങ്ങനെ ചോദിച്ചാ ചിന്തിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അത് ഉത്തരം പറ. അത് ഇനി ചിന്തിക്കാതിരുന്നുകൂടാന്നില്ല, ചിലപ്പം ചിന്തിക്കുമായിരിക്കും. ഇൻട്രസ്റ്റ് കയറി വരുന്നുണ്ട്. ഇനി മുന്നോട്ട് എന്താന്ന് എനിക്ക് ഞാൻ എന്നും പറയുന്നില്ല. മുന്നോട്ട് ചിലപ്പോൾ ചിന്തിക്കാം, ചിന്തിക്കാതിരിക്കാം. നീ എവിടെയെങ്കിലും ഉറച്ചു നിൽക്കണം. എന്തായാലും കുറെ പ്രപ്പോസൽസ് ഒക്കെ വന്നായിരുന്നു. ചുമ്മാ തമാശ പറയാതെ പണിക്കരെ. മുഖത്ത് നോക്കി പ്രപ്പോസൽ ചെയ്യുന്നിട്ട് ഞാൻ അവരുടെ അടുത്ത് പറയും, കുറച്ച് ഞാൻ പറയുന്ന എമൗണ്ട് എന്റെ ഫിക്സഡ് ഡെപ്പോസിറ്റ് ആയിട്ട് എന്റെ മക്കളുടെ അക്കൗണ്ടിൽ ഇട്ടാ വേണം എന്റെ കല്യാണം കഴിക്കാൻ. ചുമ്മാ ഷോടാ. ഒരാൾ ഇത്രയൊക്കെ ചേഞ്ച് ആവുക എന്ന് പറഞ്ഞാൽ ഇപ്പം കാണാനും ഭയങ്കര സുന്ദരിയായിട്ടുണ്ട്. അയ്യോ തമാശ ചേട്ടന്മാരെ, ഭയങ്കര തമാശ. ഇപ്പം കാണാനും ഭയങ്കര സുന്ദരിയായിട്ടുണ്ട്. ഇതിനാണ് ആ പാവത്തിനേക്ക് ഇങ്ങനെ പറഞ്ഞു പറ്റിക്കണം. ത്തേക്കാളും ഇനി പല്ലും കൂടെ വെക്കണം. ബാക്കി ഇനി കണ്ടോണം, പല്ല് വെക്കാനുള്ള എല്ലാം റെഡിയായി വന്നിട്ടുണ്ട്. പഴയ ആളൊന്നും അല്ലാട്ടാ. ഹൈടെക്. എന്നാലും ബഹറിനൊക്കെ പോയിട്ട് തിരിച്ചൊരു പല്ലൊക്കെ റെഡി ആക്കണം. ഇനി കുറച്ചും കൂടെ എന്നിട്ട് നമുക്ക് പറയാം സുന്ദരിയായോ ഇല്ലയോ. കൊച്ചുങ്ങൾ എന്നായാലും ആഗ്രഹം പറഞ്ഞ നമ്മളെ കൊണ്ട് പറ്റുവാന്നെ അതങ്ങ് സാധിച്ചു കൊടുത്തേക്കണം. ദുബായിൽ പോയി ബാർ ഡാൻസർ എന്നല്ല, ഞാൻ പ്രൊമോഷന് വേണ്ടിട്ട് പോയതാണ്. ഞാൻ കണ്ടായിരുന്നു, ഞാനും കണ്ടായിരുന്നു. ബാർ ഡാൻസർ എന്ന് പറയുന്ന ജോലി എത്ര എന്താ പറയാ, അത്ര അഴുക്കാന്ന് ഞാൻ പറയത്തില്ല. ഒരു ഉളുപ്പുണ്ടോ, ലജ്ജ, ചിരിയെങ്കിലും വിവരം ഉണ്ടോടാ, നാണം കെട്ട. നമ്മുടെ ഈ മനുഷ്യർ, ഇവിടുത്തെ കുറെ ആൾക്കാർ ബാർ എന്നൊക്കെ പറഞ്ഞാൽ എന്തോ പോലെ ഇരിക്കും, എന്തോ പോലെയാണ് അവർക്ക് തോന്നുന്നത്. ദുബായിൽ ഫാമിലിയാണ് വരുന്നത്, റെസ്റ്റോറന്റ് കൂടെയാണ്. ഫാമിലി റെസ്റ്റോറന്റ്, ബാർ റെസ്റ്റോറന്റ് ആണ്. ചോദ്യം ഇതാണ്, പ്രൊമോഷന് പോയ ഒരാള്, ഗസ്റ്റ് ആയിട്ട് പോയ ഒരാള് എന്തിന് കള്ളു കുടിച്ച് ഡാൻസ് കളിച്ചു? ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കരുത്. കള്ളു കുടിക്കുന്നവര് കണ്ടായിരുന്നോ? അയ്യോ അങ്ങനെ പറയരുത് പ്ലീസ്. ഒരു വീഡിയോയില് കുടിച്ചിട്ട് അത് പ്രൊമോഷനാണ്. ഒരു സെലിബ്രിറ്റി അല്ലെങ്കിൽ ഒരു ആർട്ടിസ്റ്റ് ആയതുകൊണ്ടാണ് അവരെന്നെ വിളിച്ചത്, അല്ലെ? ഇത് കള്ളു തന്നെയാണെന്ന് എന്താ തെളിവ്? കിടന്നുള്ളല്ലേ? സുധിച്ചേട്ടൻ ഒരു സിനിമ അഭിനയിച്ചു, ഞാൻ അന്ന് കണ്ടിട്ടുണ്ട്. കള്ളിന് പകരം ആ കുപ്പിക്കകത്ത് പെപ്സി ഉപയോഗിച്ചാണ് അവര് കുടിച്ചോണ്ടിരിക്കുന്നത്. ഇതൊക്കെ ഞങ്ങളോട് പറഞ്ഞ അതുപോലെ ഞാൻ ഷാപ്പിലെ പ്രണയം എന്ന് പറയുന്ന ആൽബം ചെയ്തു. എല്ലാവരുടെയും മുന്നിൽ കള്ളുണ്ട്, കള്ള് ഷാപ്പാണ്. അതിനകത്ത് കള്ളാണെന്ന് ആര് പറഞ്ഞു? മോരും വെള്ളം ആകൂടെ? കള്ളാണെ തന്നെ ഇവർക്ക് എന്നാന്നേ. പോയതല്ലേ. ഇത്രയും വലിയൊരു സ്വയം സെലിബ്രിറ്റി ആണെന്ന് പറയുന്ന രേണു ഞാൻ സ്വയം പറഞ്ഞിട്ടില്ല. എന്റെ ദൈവമേ, ഒരു ആർട്ടിസ്റ്റ് ആയി പോയത് എന്റെ തെറ്റാണോ? ഞാൻ ഇന്ന് വരെ സ്വയം സെലിബ്രിറ്റി ആണെന്ന് എങ്ങും പറഞ്ഞിട്ടില്ല. സത്യമാണല്ലോ, സത്യമാണ്. പറഞ്ഞിട്ടില്ലേ? ഞങ്ങൾ സെലിബ്രിറ്റി ആണെന്ന് പറഞ്ഞിട്ടില്ലേ? ഞങ്ങള് സെലിബ്രിറ്റി എന്ന് പറഞ്ഞ സെലിബ്രിറ്റിയുടെ അർത്ഥം എന്താണ്? പ്രശസ്ത. എനിക്കൊന്നും ഓർമ്മ വരുന്നില്ല. നീ കിടന്ന് ഉരുളൊന്നും വേണ്ട. ഇക്കാര്യമേ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഒരു സ്ഥലത്ത് ചെന്നാൽ തിരിച്ചറിയുന്ന ഒരാളാണ് സെലിബ്രിറ്റി. അല്ലാതെ അതിൽ കൂടുതൽ എന്താണ് സെലിബ്രിറ്റിക്ക് അർത്ഥം? രേണു ചേച്ചിനെ കണ്ട് ഇൻസ്പയർഡ് ആവുന്ന ഒരുപാട് പേരുണ്ട്. കള്ളു കുടിച്ച് ഡാൻസ് കളിച്ച്, അത് രണ്ടും രണ്ടാണ്. കള്ളു കുടിക്കുന്ന പരിമല ചെരുവിൽ എന്ന് പറഞ്ഞ പാട്ട്, അതിൽ ഉർവശി ചേച്ചി കള്ളു കുടിക്കുന്നതായിട്ട് അഭിനയിക്കുന്നില്ലേ? ഇതുപോലെ ഞാൻ അഭിനയിച്ചിട്ട് ഞാൻ ഡാൻസ് ചെയ്തു, അതിനെന്താണ് തെറ്റ്? ഇപ്പൊ ചേച്ചി അഭിനയിച്ചത് ഏറ്റവും നന്നായിട്ടാണ് ചേച്ചി ചെയ്തത്. ഞാൻ അതല്ല, റീലായിട്ട് അവര് പറഞ്ഞു, അവര് പാപ്പിലോന്റെ പ്രൊമോഷന് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തിട്ട്, അതായത് കള്ളു കുടിക്കുന്ന പോലെ അഭിനയിച്ചു, ഞാൻ ഡാൻസ് ചെയ്തു. അത് എനിക്ക് ഒരു വൾഗാരിറ്റിയും തോന്നിയിട്ടില്ല. എനിക്കാണെങ്കിൽ മതിലെ പിടിച്ചിട്ട് തോന്നുന്നു. അതിനകത്ത് എനിക്കൊരു തെറ്റായിട്ടും തോന്നിയിട്ടില്ല. എനിക്ക് ആരെയും ബോധിപ്പിക്കേണ്ട കാര്യമില്ല. ചേച്ചി എപ്പോഴും സന്തോഷമായിട്ടിരിക്കണം, അതാണ് എന്റെ സന്തോഷം. എനിക്ക് ബോധിപ്പിക്കാനുള്ളത് എന്റെ മൂത്ത മകൻ. താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചിടുകന്നേ വരൂ. ഇളയത് കുഞ്ഞന്റെ വീട്ടുകാർ, അവരോട് സംസാരിച്ചിട്ടാണ് ഞാൻ എന്ത് ഷൂട്ട് ചെയ്താലും ചെയ്യുന്നത്. വെരി സപ്പോർട്ടിംഗ് ഫാമിലി. മനുഷ്യന്മാരായാലും ഇത്തിരി സദാചാരബോധമൊക്കെ വേണ്ടേ? മൂത്ത മകനൊന്നും പറഞ്ഞില്ലേ? എന്ത് പറയാനാണ്? അടിപൊളിയാന്ന് പറഞ്ഞു. അമ്മ അടിപൊളി, നല്ല അടിപൊളി. വാവിട്ട വാക്ക് കൈവിട്ട ആയുധം തിരിച്ചെടുക്കാൻ പറ്റൂല, പണ്ട് പറഞ്ഞു വെച്ചതാ. ഞാൻ എന്തുണ്ടെങ്കിലും അവന്റെ അടുത്ത് സംസാരിക്കും. അവൻ പറഞ്ഞ അമ്മയുടെ ഇഷ്ടം എന്തായാലും അമ്മ ചെയ്യുക. ഭയങ്കരം തന്നെ. അത്രേ ഉള്ളൂ, അല്ലാതെ അവൻ എന്ത് പറയാനാ? ഞാനൊരു സത്യം പറഞ്ഞ പുകഴത്തിലാണെന്ന് വിചാരിക്കരുത്. അറുത്ത കൈക്ക് ഉപ്പ് തേക്കാത്ത ഒരു തെണ്ടിയാണ് മുതലാളി. അതിനുശേഷം വൈറലാവുന്നത് ഒരു അറബിയുമായിട്ടുള്ള ഫോട്ടോ ആയിരുന്നു. രേണുസുതി കേരളത്തിൽ നിന്ന് ആളെ കിട്ടാത്തത് കൊണ്ടാണോ ദുബായിലേക്ക് പോയത്? സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? അതെന്താണ് ഞാൻ പറയേണ്ടത്? അറബിയുടെ കാര്യമാണോ പറയേണ്ടത്? ഫോട്ടോയുടെ എന്താ പറയാ കാര്യമാണോ പറയേണ്ടത്? അറബിയുടെ കാര്യം ഞാൻ തുടങ്ങട്ടെ. അത് ഞാൻ പാപ്പിലോൺ റെസ്റ്റോറന്റിൽ
നമ്മള് പ്രൊമോഷന് പോയതല്ലേ, അപ്പൊ ആ സമയത്ത് ഇദ്ദേഹം അവിടെ വരുന്നതാണ്, ഫുഡൊക്കെ കഴിക്കാൻ വരുന്നതാണ്. എന്നിട്ട് പിന്നീട് എന്ത് സംഭവിച്ചു? അപ്പൊ ആള് നോക്കുമ്പോ തന്നെ കുറെ മലയാളീസ് ഒക്കെ വന്നിട്ട് എനിക്ക് നമ്മൾ സെൽഫി എടുക്കണേണ് ചേച്ചി എന്ന് പറഞ്ഞ് സ്നേഹിച്ച് സെൽഫി എടുക്കണുണ്ട്. സ്റ്റാഫിനോട് ചോദിച്ചു ഇതാരാണെന്ന് ചോദിച്ചു. ആൾക്കറിയില്ലല്ലോ, ആളൊരു സൗദി അറേബ്യയിലെ അറബിയാണ്. അപ്പൊ പറഞ്ഞു ഇന്ന പോലെ രേണു സുധി എന്നാ പേര്, സെലിബ്രേറ്റ് ചെയ്യാം, മലയാളം സെലിബ്രേറ്റ് ചെയ്യാന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുത്തു. ഞാനും കൂടെ ഒരു ഫോട്ടോ എടുത്തോട്ടെ എന്ന് പറഞ്ഞു. ഫോട്ടോ എടുത്തു. എന്തായാലും ഞാൻ അത് സോഷ്യൽ മീഡിയയിൽ എന്തായാലും ഇട്ടു. അതാണ് സംഭവിച്ചത്. യേശുട്ടൻ ബുദ്ധിമാനായ ഒരു മണ്ടനല്ലേ? പിന്നെ അറബി കയറി വൈറലായി. മനസ്സൊന്നും ഞാൻ വായിച്ചില്ല. അത് ഞാൻ ഒരെണ്ണം കണ്ടു, പുതിയ ജീവിതം തുടങ്ങി. എന്തിനോ വേണ്ടി തിളക്കുന്ന സാമ്പാർ. രേണുസുധി ദുബായി പോയി അറബിയെ കെട്ടി കേരളം വിട്ടു. അങ്ങനെയാണെങ്കിൽ എന്ത് കേരളത്തിലെ ആൾക്കാർ. ഇവിടെ അഭിപ്രായങ്ങളോട് 100% ഞാൻ യോജിക്കുന്നു. അങ്ങനെ ആരും കരുതണ്ട, കേരളത്തിൽ നിന്ന് രേണുസുധി ഒഴിഞ്ഞു പോകത്തില്ല. പ്ലാസ്റ്ററും കൂടെ മേടിച്ചോണേ, എവിടെ വായിലൊട്ടിക്കാനാ? എനിക്ക് ഇവിടെ വർത്തമാനം കേട്ടിട്ട് ചൊറിഞ്ഞോണ്ട് വരും. ശല്യം എന്ന് ഇവിടെ നിലനിൽക്കും. ഇത് വലിയൊരു ശല്യായില്ലോ. സമാധാനം ഇല്ലല്ലോ, സമാധാനം കൊടുക്കത്തില്ല. നിന്നെയൊന്നും ഒന്നും ചെയ്യില്ല, നീ ഒന്നും നന്നാവരുത്, വഷളായി തന്നെ വളരണം. അപ്പൊ പിന്നെ ആരെയും തല്ലിക്കൊന്നോളൂ. പിന്നെ ശല്യം എന്ന് പറഞ്ഞവരുടെ സമാധാനം കൊടുക്കുക. ഡെയിലി 10 റീലും 10 പ്രമോഷനും അനുഭവിച്ചോ. കുറച്ച് വെള്ളം കിട്ടിയാ കൊള്ളായിരുന്നു. കാരണം കുറച്ച് വെള്ളം കൊടുക്കും. നിങ്ങളുടെ ഈ ചോദ്യങ്ങൾക്കൊക്കെ മുന്നിൽ നമുക്ക് വല്ല അറ്റാക്ക് ഉണ്ടായി ചത്തുപോയി കഴിഞ്ഞാൽ എന്തോ ചെയ്യും? ഈ തള്ള എന്താണ് പറയുന്നത്? പറഞ്ഞോളൂ. ഇനിയുണ്ടോ? ഒരുപാടുണ്ട്. നീ തീർന്നടാ, നീ തീർന്നു. ചേച്ചി ഇങ്ങള് താങ്ങൂല, ജയിച്ചാലും കളി നിർത്താത്ത ടീംസ് ആണ് പറഞ്ഞു ഉദ്ദേശിക്കുന്നത്. ചേച്ചി ശരിക്കും അങ്ങനെയാണോ? താങ്ങൂല, ചേച്ചിക്ക് താങ്ങൂല, കളി നിർത്താത്ത ടീംസ് ആണ് അവര്. എന്റെ പൊന്നു കുഞ്ഞ, നീ ഇല്ലേ, നീ ഇപ്പൊ പറഞ്ഞ ഈ കമന്റില് നിന്റെ മോന്ത തലയെ കൂടാണ് ഞാൻ ഈ വെള്ളം ശരിക്കും ഇത് പ്രശ്നമാവും. തീർത്ത് നീ എന്റെ കിച്ചുവിന്റെ ഏജ് ആയിപ്പോയി. എന്നാ വൃത്തികെട്ടതാടി നീ. മടമെക്കെട്ട് കേറിയാണ്ടല്ല, തേച്ചാലും കുളിച്ചാലും പുകാത്ത് പറയാൻ നമ്മക്ക് അറിയാനിട്ടല്ല. ഇതിനാണോ നീയൊക്കെ എന്നെ വിളിച്ചു വരുത്തിയത്? കിച്ചുവിന്റെ പ്രായമുണ്ട്, നിന്നെ ഞാനൊന്നും പറയുന്നില്ല. കൊറേ നേരമായി ഇവിടെ ഇരുത്തിയിട്ട് കിടന്ന്. കട്ട് ചെയ്തേക്ക്, മതി. അല്ല, ഞാൻ ജസ്റ്റ് കമന്റ് വന്ന കാര്യം ചോദിച്ചു. ഇത്ര റേസ് ആവേണ്ട ആവശ്യമില്ല അതില്. നിങ്ങൾക്ക് ഇന്റർവ്യൂവിൽ ഇരിക്കുമ്പോൾ മാന്യത കാണിക്കേണ്ടതുണ്ട്. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടാണ് ചോദിച്ചത്. കമന്റ്സ് വന്ന കാര്യമാണ് ഞാൻ ചോദിക്കുന്നത്. എന്നിട്ടാണ് ഇത്ര വൃത്തികെട്ട കമന്റ്സ് വായിക്കുന്നത്. അതെന്താ? എനിക്ക് മതി. നീ ആരാന്നാ നിന്റെ വിചാരം? ഈ അഹങ്കാരമൊക്കെ അങ്ങ് കോഴിപ്പള്ളിയിൽ വെച്ചിട്ട് വന്നാ മതി കേട്ടോ. ഗസ്റ്റിനെ വിളിച്ചു വരുത്തിട്ട് ഇങ്ങനത്തെ മറ്റേ ചോദ്യം അല്ല ചോദിക്കുന്നത്. ഞാൻ ഓൾറെഡി കമന്റ്സ് ആണെന്ന് പറഞ്ഞിട്ടാണ് ചോദിച്ചത്. എന്റെ പൊന്നു സാറേ, അല്പം ചട്ടമ്പിത്തരില്ലാതെ ഇവിടെ ജീവിക്കാൻ പറ്റത്തില്ല. കമന്റ്സ് ആണ് നീ ചോദിക്കണത്. വീട്ടിൽ ആരോടെങ്കിലും ചോദിച്ചേക്കാൻ അടി കിട്ടും നിനക്കിട്ട്. ഞാൻ അടിക്കാത്ത എന്റെ മാന്യത. നിങ്ങൾ നിർത്തല്ല, ഞാൻ എഴുന്നേറ്റ് പോകും. വേണമെങ്കിൽ വണ്ടി കൊണ്ടുവിടല്ലേ, ഞാൻ ഊബർ വിളിച്ചു പോകാം. നമുക്കിത് പറ്റുമെന്ന് നാം കാണിച്ചു കൊടുക്കുന്നു. തന്നെ ഇൻസ്പിറേഷൻ ആക്കി മുന്നോട്ട് വരാൻ കൊതിക്കുന്ന ഒരുപാട് വിധവകളും കേൾക്കുമ്പോൾ തന്നെ ഞാൻ ചാർജ് ആവണം. പെൺകുട്ടികളുമുണ്ട്. സിംഗിൾ മദേഴ്സ് അല്ലെങ്കിൽ നോർമൽ ബാച്ചലേഴ്സ് കുട്ടികളുണ്ട്. അയ്യോ സമ്മതിച്ചു സാറേ.